ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് കേട്ടോ. വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേട്ടിട്ട് നിർത്തിപ്പോകുമൊന്നും വേണ്ട. ഏറ്റവും സിമ്പിളായി തന്നെ പല പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരാള് മറ്റൊരാളോട് പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോട് പറയുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഓർത്തു വെക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ വേറൊരാളോട് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിനെ പേടിക്കാനുള്ള കാരണം എന്താണ്? ടെൻസ് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന് റിപ്പോർട്ട് സ്പീച്ച് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് സ്പീച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ PSC എക്സാമിനും കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എങ്ങനെ പറയാ? ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഐ ലവ് കുക്കിംഗ്. ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിങ്ങളുടെ ബുക്ക് എടുക്കുക, എഴുതുക. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കി മാറ്റുമ്പോൾ അതെന്തായി മാറണം? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. എഴുതി വെച്ചല്ലോ. പക്ഷേ എല്ലാ സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റേണ്ട കാര്യവുമില്ല. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് എന്നും ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ് എന്നുള്ളത് എന്നും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് നമ്മൾ പാസ്റ്റിലോട്ട് മാറ്റേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം. കേട്ട നിങ്ങൾ പറയാണ്, അവള് പറഞ്ഞു അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന്. അതെന്നും അവൾക്ക് ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചേക്കാം അല്ലേ? അപ്പോ പറയാണ്, അവൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണേ. ഷീ സെഡ് ദാറ്റ്. ഈ ദാറ്റ് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ PSC പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ദാറ്റ് കൊടുക്കണം. സംസാരിക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ദാറ്റ് കൊടുത്താലും കൊടുത്തില്ലേലും കുഴപ്പമില്ല. അപ്പോ ഷീ സെഡ് തന്നെ എഴുതണം. ഷീ സെഡ് ദാറ്റ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റേണ്ട കാര്യമില്ല. എങ്ങനെയാണ്? ഷീ ആകുമ്പോൾ നമുക്ക് ലൈക്ക് എന്തായി മാറും? ലൈക്സ് ഐസ്ക്രീം എന്നായി മാറും. പിന്നെ എന്താണ്? നമ്മുടെ മുകളിലുള്ള കോമകളൊക്കെ പോകും, എല്ലാം പോകും. നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കോമ കുത്ത ഒന്നും ഇനി നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്സ് ഐസ്ക്രീം. അവൾ പറഞ്ഞു അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം. ക്ലിയർ ആയോ? ഇത് ഞാൻ പറഞ്ഞത് എന്താണ്? ഐ ലവ് കുക്കിംഗ്. കുക്കിംഗ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. കേട്ട നിങ്ങൾ പറയാണ്, അവള് പറഞ്ഞു അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന്. ഷീ സെഡ് ദാറ്റ് ഷീ ലവ്സ് കുക്കിംഗ് എന്നേ പറഞ്ഞു. നമ്മൾ ലൈക്സും ലവ്സും ചേർത്തതിന്റെ കാര്യം എന്താണ്? നേരത്തെ ഐ ലൈക്ക് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ എസ് വേണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഇവിടെ നമ്മുടെ ഐ മാറി എന്തായി? പ്രൊനൗൺ ചേഞ്ച് ആയി. ഷീയിലോട്ട് നമ്മൾ വന്നു. അവൾ പറഞ്ഞു ഷീയിലോട്ട് വന്നു. ഷീയിലോട്ട് വരുമ്പോൾ നമ്മുടെ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നിയമം എന്താണ്? എസ് ആഡ് ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അപ്പൊ നമ്മൾ എന്തായി? ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്സ് നൈ. ഷീ സെഡ് ദാറ്റ് ഷീ ലവ്സ് നൈ. ക്ലിയർ ആയല്ലോ? ഇതെന്നും എനിക്കുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്, ഐ ആം ഹാപ്പി. ഞാൻ നിങ്ങളോട് പറയാണ് ഐ ആം ഹാപ്പി. കേട്ട നിങ്ങൾ എന്താ പറയേണ്ടത്? ഷീ സെഡ് ദാറ്റ്. ഇവിടെ നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യണം. കാര്യം എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സന്തോഷം എന്നുള്ളത്. അത് നമ്മൾ ഇപ്പൊ ഞാൻ വേറൊരാളോട് എനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ആ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലെ? ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് സന്തോഷം, ഐ ആം ഹാപ്പി എന്നുള്ളത്. പക്ഷെ ഞാൻ വേറൊരാളോട് അത് പറയുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. അല്ല, എന്നെ കേട്ടയാൾ പറയുമ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് പാസ്റ്റ് ടെൻസിലോട്ട് പറയണം. എങ്ങനെയാണ്? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നായി മാറും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒന്നുമില്ല, സിമ്പിൾ പാസ്റ്റിലോട്ട് മാറി. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഇനി അവിടെ ഹീ ആണെങ്കിലോ, ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഹാപ്പി. അതായത് അവൻ പറഞ്ഞു അവന് സന്തോഷമായിരുന്നെന്നാണ് അവിടെ അർത്ഥം വന്നത്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെയൊന്നും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ ഈ നിയമങ്ങൾ ശരിക്കും പാലിക്കാറില്ല. പക്ഷെ ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ നിയമം കൃത്യമായും പാലിക്കണമെന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്?
he said that he was happy. അവൻ എന്നോട് പറഞ്ഞത് എന്താണ്? I am happy എന്നാണ്. ഞാൻ വേറൊരാളോട് പറഞ്ഞത് എന്താണ്? was happy എന്നായി മാറി. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പം അത് എന്തായി മാറി? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറി. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇത് മാത്രം. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദ ഗേൾ സെഡ്, ഒരു പെൺകുട്ടി പറഞ്ഞു. എന്തെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്? ഐ വാണ്ട് എ ബൈസൈക്കിൾ. എനിക്കൊരു ബൈസൈക്കിൾ വേണമെന്നുണ്ട് പറഞ്ഞു. ഐ വാണ്ട് എ ബൈസൈക്കിൾ. അത് എന്നോടാണേ പറഞ്ഞത്. ആ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എന്തെന്ന് പറയേണ്ടത്? കുട്ടി പറഞ്ഞു, ദ ഗേൾ സെഡ്. ആ പെൺകുട്ടി പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? സെഡ് ദാറ്റ്. എന്തെന്ന് പറഞ്ഞു? അവിടെ നമ്മൾ പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എന്താ? ഐ വാണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലെ? എനിക്ക് വേണമെന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക്. അപ്പൊ കേട്ട ഞാൻ പറയുന്നത് ഐ നമ്മുടെ പ്രൊനൗൺ ചേഞ്ച് ആയി ദ ഗേൾ എന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഗേൾ എന്തായി മാറും? ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ നമുക്ക് ഐ മാറി അവിടെ എന്തായി മാറും? ഷീ ആയി മാറും. അപ്പൊ നമ്മൾ പറയാണ് ഷീ ഏത് ടെൻസിലോട്ട് പോകണം? പാസ്റ്റിലോട്ട് പോകണം. ഷീ വാണ്ടഡ് എ ബൈസൈക്കിൾ. ഷീ വാണ്ടഡ് എ ബൈസൈക്കിൾ. അവൾക്ക് സൈക്കിള് വേണമെന്ന് അവള് പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ വാണ്ടഡ് എ ബൈസൈക്കിൾ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാരണം എന്തുകൊണ്ടാണ് അവിടെ ഷീ വന്നത്? ദ ഗേൾ സെഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗേള് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമ്മുടെ പ്രൊനൗൺ ചേഞ്ച് ആയി. ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ചേഞ്ച് ആയി എന്തായി മാറി? ഷീ ആയിട്ട് മാറി. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം അവസാനിപ്പിക്കാം. കാര്യം ഈ കുറേ പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് മനസ്സിലാവില്ല. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എല്ലാ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റത്തില്ല? പാസ്റ്റ് ടെൻസിലോട്ടാക്കി മാറ്റേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ സ്വഭാവങ്ങൾ. ഇപ്പൊ ഞാൻ പറയാണ് ഷീ ലവ്സ് കോഫി. അവൾക്ക് കോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഷീ ലവ്സ് കോഫി. അപ്പോ ഞാനിത് നിങ്ങളോട് പറയണം. എന്ത് പറയേണ്ടത്? അവൾക്ക് എന്നും കോഫി ഇഷ്ടമാണ്. അപ്പൊ ഷീ സെഡ് ദാറ്റ് അവൾക്ക് ഷീ ലവ്സ് കോഫി എന്നായി. അപ്പൊ ഷീ സെഡ് ദാറ്റ് എന്ന് നമ്മൾ അവിടെ ചേർത്തു. പിന്നെ അവൾക്ക് ഷീ ആയതുകൊണ്ട് ഇവിടെ ഷീ തന്നെ ലവ്സ് കോഫി. അതായത് എന്താ? അത് സ്ഥിരമുള്ള ഒരു ഇഷ്ടമാണ്. സ്ഥിരമുള്ള ഒരു കാര്യത്തിന് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അത് നമ്മൾ ആ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി. ഇനി മാറ്റം വരുത്തേണ്ടത് എന്താണ്? ചില കാര്യങ്ങൾ അന്നേരത്തെ ഒരു അവസ്ഥയായിരിക്കും. ഐ ആം ടയേർഡ്. ഇപ്പോഴാണ് ഞാൻ ടയേർഡ്. ഞാൻ അത് കേട്ട നിങ്ങൾ ഞാൻ ടയേർഡാന്ന് പറഞ്ഞത് വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ എൻ്റെ ടയേർഡ്നെസ് ഒക്കെ മാറി, ഞാൻ ഹാപ്പിയായി, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയണ്ടേ? നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ഷീ വാസ് ടയേർഡ് എന്നാണ് ഈ മാറണം. അതായത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. അപ്പൊ ഇതിൽ ഓർക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം PSC ക്കൊക്കെ എഴുതുന്നവരാണ് എങ്കിൽ ആ കൊട്ടേഷനിലുള്ളത് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എങ്കിൽ നിങ്ങൾ എഴുതുമ്പം അത് പാസ്റ്റിലോട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തും കൂടെ കൊടുക്കണം? അത് ആര് പ്രൊനൗണിനെ ഒന്ന് ചേഞ്ച് ആക്കുക. പ്രൊനൗൺ എന്താണ്? ഐ ആണെങ്കിൽ ഇപ്പുറത്ത് ആരാ പറഞ്ഞ? അവളാണോ, അവനാണോ, രാജുവാണോ, ഗീതയാണോ? അത് അതിനെ അനുസരിച്ചിട്ടുള്ള പ്രൊനൗൺ കൊടുത്താൽ മതി. എന്നിട്ട് അത് പാസ്റ്റിലോട്ട് ആക്കിയാൽ മതി. ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചല്ലോ. ഇത് കുട്ടികൾക്കും PSC-ക്കൊക്കെ ഉള്ളവർക്കാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? എന്താണ് ഞാൻ പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുക. പ്രൊനൗൺ ചേഞ്ച് ചെയ്യുക. പ്രൊനൗൺ ചേഞ്ച് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ആരാ പറഞ്ഞത്, അതാണാണോ പെണ്ണാണോ എന്താണോ എന്ന് നോക്കുക. അതനുസരിച്ച് പ്രൊനൗണിനെ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് വേർബിനെ നോക്കിയിട്ട് അത് പാസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. ഇനി മാറ്റമില്ലാത്ത സ്വന്തം ഇഷ്ടം, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ മാറ്റമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി. അതിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പ്രൊനൗൺ നോക്കി കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. കാരണം ഈ ഒരു ചില സ്ഥലത്ത് മാറണം, ചില സമയത്ത് മാറണ്ട എന്നുള്ളൊരു അവസ്ഥ. പാസ്റ്റും പ്രസന്റ് കണ്ടിന്യൂസും ഒക്കെ വളരെ സിമ്പിൾ ആണ്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇന്ന് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് 1 എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങളത് കേൾക്കുക, പഠിക്കുക.
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ കുറേ പേര് കാണാൻ പോയി. ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ നിങ്ങൾ അതേ ലെവലിൽ തന്നെ കണ്ടുവരണം. നിങ്ങൾക്ക് മനസ്സിലാണ് നമ്മളിപ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവലിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതലേ തന്നെ കേട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കാവിങ് സെഡ് ദാറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേഡം എന്താ മെലിഞ്ഞു പോയോ ക്ഷീണിച്ചു പോയോ എന്നൊക്കെയുള്ള ഒരു കമന്റ് എന്നെ 1-2 പേര് വിളിച്ചൊക്കെ ചോദിച്ചു കേട്ടോ. ക്ഷീണിച്ചും മെലിഞ്ഞൊന്നും പോയില്ല, എനിക്ക് അല്ലെങ്കിലും കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരാളാണ്. ഇത് അതിന്റെ ഡ്രസ്സിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം, മെലിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സന്തോഷമായി തന്നെ ഞാൻ ഇരിക്കുന്നു. ഇനി ക്രിസ്മസിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. കാര്യം എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിന്റെ ഒരു തിരക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും. അങ്ങനെയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നല്ല സന്തോഷമായി തന്നെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.